ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം ഇന്ന് ഞങ്ങള് യഥാർത്ഥത്തിൽ നല്ല സന്തോഷമായിട്ട് തന്നെ, കാരണം ഇച്ചിരി വെയിലൊക്കെ ഒന്ന് പുറത്താട്ടൊക്കെ ഇറങ്ങാൻ പറ്റിയല്ലോ. അത് തന്നെയല്ല, ശരണ്യ 2-3 ദിവസമായിട്ട് ഒരു കമന്റ് ഇട്ട് അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞണ്ട് മേടിക്കാൻ പോയതല്ല, നീ മത്തി മേടിക്കാൻ പോയതാ, മത്തി കിട്ടാനില്ല. ഇന്ന് ചെന്നിട്ട് ഒരു 5-6 കട കയറിയിട്ടും മത്തി കിട്ടാനില്ല. എന്ത് കാര്യം ഞങ്ങൾ മത്തി തിരക്കി ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു ശരണ്യ മത്തി കിട്ടിയില്ലല്ലോ, ശരണ്യ മത്തിയും കപ്പയുടെയും കൂടി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായി. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ശരണ്യ തന്നെ ആലോചിച്ചിട്ട് ഇവിടെ ദോശമാവ് മിച്ചം ഇരിപ്പുണ്ട്. അപ്പൊ എന്നാ ചെയ്യാന്ന് വെച്ച് ദോശയും കൊണ്ട് ഉഴുന്നുവട ഉണ്ടാക്കാൻ പോവാ. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണത്തിലാണ്. ശരിയാവോ ഇല്ലെന്ന് അറിയത്തില്ല. അതെ, നിങ്ങളെല്ലാരും കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഉഴുന്നുവടയിലേക്ക് പോകാം. ശരണ്യ അടുക്കളയിലോട്ട് വരികയും പണി തുടങ്ങിക്കഴിഞ്ഞു. ഒന്നും പറഞ്ഞില്ലല്ലോ, മാവ് എന്തിയേ? പിന്നെ ബാന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചേച്ചു. നേരെ ഉള്ളി അരിയാൻ നിന്ന്. അങ്ങനെ കാണിച്ചാ ഞാൻ കാണുന്നില്ല. കണ്ട് അത് ഇച്ചിരിയല്ലേ ഉള്ളു. അപ്പൊ കൊളായി പോയിക്കോളൂ, ഉറപ്പ്. അപ്പൊ ഉഴുന്നും വടയെന്ന് പറയാൻ പറ്റിയല്ല, എന്നാ മൈദ വടയാണ് അതുമല്ല. ഇഞ്ചി വേണം, പച്ചമുളക് വേണം, ചുമന്നുള്ളി വേണ്ട. പറഞ്ഞ് മേടിച്ചത് ഇപ്പൊ വലുതായി. അതെ അതെ. അപ്പൊ മൈദ വടയല്ല, ഉഴുന്നുവടയല്ല, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു വട. അതുകൊണ്ട് ഞാൻ തന്നത്തെ അമ്മയെ പോലും വിളിച്ചില്ല ഈ പരീക്ഷണത്തിൽ. കൊളവായി പോയ അമ്മ പങ്കാളിയല്ല. അല്ല, ഞാൻ തന്നെ. അപ്പൊ അത് നിങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ. എന്തോ എന്നാണ് ശരണ്യക്ക് കാണുന്നവരോട് പറയാനുള്ളത്? നമ്മളുടെ കൂട്ടുകാരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് കമന്റ് വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അവർ നമുക്ക് വേണ്ടി അത്ര നേരം സമയം കെട്ടി കമന്റ് ഇടുന്നതിന്. അതെ അതെ, അവരുടെ വിലപ്പെട്ട ആ സമയത്ത് നമ്മൾക്ക് വേണ്ടി ഇച്ചിരി നേരം അവർ മാറ്റി വെക്കുന്നുണ്ട്. അതെ അതെ അതെ, അതിൽ ഒരുപാട് സന്തോഷം അല്ലേ. അങ്ങനെയാണ് ഉള്ളിയും പച്ചമുളകെല്ലാം ഇഞ്ചിയെല്ലാം കഴുകി എടുത്തിട്ട് ഞാൻ അരിയാൻ പോവാ. എന്റെ പരീക്ഷണത്തോട്ട് കിടക്കാൻ പോവാ. ഒന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ ആള്. ഒരു പരീക്ഷണായോണ്ടാണല്ലേ? ഒരു പരീക്ഷണായോണ്ട. പിന്നെ നമ്മുടെ കൂട്ടുകാരോട് ഈ എണ്ണവിലക്ക് ശരണ്യ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷെ അല്ല, ഞാൻ പാൽമോയിലും കൊണ്ടാ ചെയ്യാൻ പോകുന്നത്. കാരണം പാമോയിലിന് വില കുറവാണ്, അതുകൊണ്ട് ഞാൻ പാൽമോയിലെ പിടിച്ചു. പക്ഷെ പാമോയിൽ അങ്ങനെ കൊള്ളത്തില്ല കേട്ടാ. മേടിക്കാറുണ്ട്. പിന്നെ ഇത് ഒരു ഞാൻ പറഞ്ഞു വിട്ടപ്പോ മേടിച്ചോണ്ട് മതിയാ. ഇപ്പൊ കൂട്ടുകാരെ ഞാനെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സാധനം എടുപ്പിക്കാം. അമ്മ പുറത്താണ്, വിളി. അമ്മ പുറത്ത്. അപ്പൊ ഞാൻ തന്നെ എടുത്തോണ്ട് വരാം. ശരണ്യ തന്നെ എടുത്തോണ്ട് വന്ന്. എന്നതിലാട്ട്? മാവിലാട്ട്. എന്നാണ് അത്? എന്നാണെന്ന് പറഞ്ഞു കൊടുത്തത്. അതും ഇടണുണ്ട്. പിന്നെ ഇച്ചിരി കരിയാപ്പ്, പച്ചമുളക്, ഇഞ്ചി എല്ലാം നമുക്ക് ഇട്ട് നോക്കാം. ശരിയായാ മതിയായി. ഇതാണ് ശരണ്യയുടെ എന്നാക്കെയാണ് ഉഴുന്നുവടയുടെ പിന്നെ മൈദാവടയും കൂടി മിക്സിങ് വട അല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് കൈ കൊണ്ട് ഇളക്കാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങളോട് പറഞ്ഞേക്കാം കേട്ടോ. ഉപ്പ് ഇട്ട് ഇനി ഞാൻ എന്റെ ഇതിലോട്ട് കിടക്കാൻ പോവാ. ശരണ്യയുടെ ആ കുഞ്ഞി കൈ കൊണ്ട് ഇളക്കാൻ തുടങ്ങി അല്ലേ? അതെന്നാ വേപ്പിലേക്ക് അമ്മ വന്ന്. ഞാൻ അച്ഛൻ വിളിച്ചിട്ട് അങ്ങോട്ട് പോയിരിക്കായിരുന്നു, ഹെൽമെറ്റ് എടുത്ത് കൊടുക്കാൻ പോയത്.
അച്ഛൻ റോട്ടിലോട്ട് ആരോണ്ട് വിളിച്ചിട്ട് പോകും. പിന്നെ കരിയാപ്പിട്ടെ ഞാൻ ഇളക്കി തന്നെ. ഫസ്റ്റ് ആളാണ് ഇളക്കാൻ അമ്മേനെ ഏൽപ്പിക്കുമെന്ന് തോന്നണു. കൈയിട്ട് അത് ഇളക്കി മറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചട്ടി കഴുകി ഏതായാലും അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കിത് കത്തിക്കാം. അതെ അതെ. ഇത് ഈ പരീക്ഷണം കാണാനായിട്ട് അമ്മ കാത്തു നിൽക്കുകയാണ് അല്ലേ? ഞാൻ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അത് ശരിയാവുക ശരണ്യ? എന്റെ മനസ്സിൽ തോന്നിയ ദോശമാവ് ശരിയാവോ? ഞാൻ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇനി സമയം ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഉണ്ടായി നമുക്ക് ഇനി ദോശമാവ് കളയണ്ട. എന്നും പറഞ്ഞ എന്നും ഇങ്ങനെ വറുത്തതും പൊരിച്ചതും തിന്നരുത്, കൊള്ളിയല്ല. അല്ല എന്നാലും ദോശമാവ് കളയണ്ട. അത് ദോശ ചുട്ട് തിന്നാ പോരെ, വൈകുന്നേരം ദോശ ആവശ്യത്തിന് ദോശമാവ് അരച്ച് വെച്ചാ പോരെ. എണ്ണ ഒഴിച്ചു. അത്ര മതിയാ? ഓയില് വേറെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഇവിടെ ഇരുന്നത് എടുത്ത് ഒഴിച്ചു. ആ ഓയിൽ എന്താ വേറെ ഇച്ചൂടെ ഒഴിച്ചേരാ, അല്ലെങ്കിൽ പിന്നെ ഓയിലായോണ്ട് ഒഴിച്ചോളൂ. വെളിച്ചെണ്ണ തുള്ളി ഒഴിച്ചാ അല്ല അതല്ല വട ഒഴിക്കലേ. ശരണ്യ എന്തോ നമ്മുടെ എണ്ണ മൂത്തില്ലേ, എണ്ണ ചൂടായി. ഇനി എന്തോ ഒരു പുക പോലെയൊക്കെ വന്നോണ്ട് എണ്ണ ചൂടായെന്നാ തോന്നുന്നു. കുറച്ച് വെച്ചു. അത് നമുക്കിടാം. ആദ്യം നമ്മുടെ കൈ വെച്ചിട്ട് എണ്ണ തൂക്കണം അല്ലേ? എണ്ണ തൂക്കണം. എണ്ണയൊക്കെ കൈ ബ്രഷ് കൊണ്ടാണോ? എൻ്റെ ദൈവമേ, നീ എന്റെ പരീക്ഷണം ചെയ്യാൻ പോവാ. ആ കുഞ്ഞി കയ്യെ എണ്ണയൊക്കെ പുരട്ടി. ചെറിയ വട മതി കേട്ടോ, ഒത്തിരി വലുതായ ഒന്നാമത്തെ പരീക്ഷണമാണ്. എനിക്ക് തിന്ന് എനിക്ക് വയ്യ. ഓതങ്കടം മേലാക്കി. ആ അത്രയും വലുതായിട്ട് പരത്തണ്ട, ചെറിയ പരത്ത് മതി. ചെറുതാ. അത്രയും അന്നേരം പരന്ന് പോയില്ലേ. വേറെ ഇച്ചിരി ഉരുണ്ടിരിക്കണം. അപ്പൊ ഇത് പോരെ. ആ നീ പറഞ്ഞേ കേട്ടില്ലെന്നുള്ള ഇത് ആ വേണം. ആ എന്നിട്ട് ചെറുതായിട്ട് പരത്തിയാൽ മതി. അപ്പം ചെറിയ കട്ടി ഇരിക്കട്ടെ. ആ മതി, ഒത്തിരി പരത്തണ്ട. ആ ഞാനാ പരീക്ഷണം ചെയ്യുന്നത്. അല്ല പരീക്ഷണമാണെങ്കിൽ വടയൊക്കെ ഞാൻ എല്ലാ കടകളിലും കണ്ടിട്ടുണ്ട്, അത്രയും പരത്താറില്ല. ആ എന്തേ കാണിച്ച്? എന്റെ വളരെ ആ ആ ആ കൈ സൂക്ഷിക്കണം കേട്ടോ. എൻ്റെ ദൈവമേ, അമ്മേനെ വിളിച്ചിരിക്കണം. എന്റെ ഒരു പരീക്ഷണം കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാം. എന്താന്നാ എനിക്കത് കണ്ടിട്ട് പേടി വന്നി. അങ്ങനെ ചെയ്യരുത്. എണ്ണയുടെ പറ്റ കൊണ്ടിടണ്ട, വേറെ വല്ല സ്പൂണേ വെച്ച് അങ്ങോട്ട് പോയി. ഇങ്ങനത്തെ പരീക്ഷണം ചെയ്താലേ. അല്ല അങ്ങനെ പരീക്ഷണം ചെയ്യണ്ട, കൈ കളഞ്ഞ ഒരു പരീക്ഷണത്തിന് നിൽക്കരുത്. ആ അതെ, അങ്ങനെയൊക്കെ കിട്ടുമോ? അത് ന്യായം. അമ്മ ഇത് വെച്ച് അങ്ങനെ അമ്മേനെ വിളിക്കട്ടെ. അമ്മേ അമ്മേ, ദേ ശരണ്യയുടെ പരീക്ഷണം വിജയിച്ചെന്ന് തോന്നുന്നു. വെള്ളമില്ല, മൂക്കട്ടെ. പരീക്ഷണം വിജയിച്ചു. അപ്പൊ ആരും ദോശമാവ് കളയണ്ട. ഇതുവരെ പരീക്ഷണം ചെയ്യും. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി എടുക്കാല്ലേ? അതെ അതെ അതെ. നല്ല ഭംഗിയുള്ള വട. കണ്ടാ വട കണ്ടാ? നല്ല ഭംഗിയുള്ള വട. ഓഹോ, സെറ്റ് സെറ്റ്, അടിപൊളി അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ മൂക്കട്ടെ. അമ്മക്ക് ഇഷ്ടപ്പെട്ടു. അമ്മക്കാണെങ്കിൽ ഇങ്ങനെയുള്ള എണ്ണ പലഹാരം ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഇപ്പൊ തിന്നോണ്ടിരിക്കുവായിരുന്നു. പപ്പടം തിന്നത്തെ ഇങ്ങോട്ട് വന്നു. ആ പപ്പട പോലെ നിന്നേച്ചാണല്ലേ. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ചട്ടിക്കകത്ത് 3 നില വെച്ച് വീഴുള്ളൂ. ചെറിയ ചട്ടിയാണ്. അത് മതി, അത് കുഴപ്പമില്ല. ഇത് കണ്ടത്തെ ചട്ടിയാണോ പറയുന്നത്? ആ ആണ്, അപ്പച്ചട്ടിയാണ്. അപ്പച്ചട്ടി. എന്റെ മൂത്തമാന്റെ പ്രായമുള്ള ചട്ടിയാണ്. ഓ, ചേട്ടനൊന്നും പറയാം. 41 വർഷമായ ചട്ടിയാണ് ആണല്ലേ. ഈ ചട്ടി. അങ്ങനെ നമ്മളെ വട ഇതിൽ കിടന്ന് മൊരിഞ്ഞണ്ടിരിക്കുകയാണ്. ശരണ്യ, എന്തോ? ഈ ചട്ടി ഇതുപോലെ തന്നെ സൂക്ഷിച്ചു ഈ വെച്ചേക്കണേ. ചട്ടിയുടെ കിടന്നിട്ട് തീർച്ചയായും എടുത്തത് ഞാനത് പറയുന്ന കേട്ടോ. ഞാനില്ലാതെ വന്നാലും ശരണ്യൊക്കെ പറയാം, ഇത് എന്റെ അമ്മ മേടിച്ച പറയാം. ഓ എന്തിനാണ് അമ്മ അങ്ങനെയൊക്കെ പറയണത്? അമ്മ എന്നും ഞങ്ങളുടെ കൂടെ തന്നെയല്ലേ. മനുഷ്യന്റെ കാര്യല്ല, അതൊന്നും പറയാൻ പറ്റില്ല. അയ്യോ അങ്ങനെ പറയല്ലേ. എല്ലാരും എല്ലാ ഇതിനും തെറ്റി. കഴിഞ്ഞ പ്രാവശ്യം ഞണ്ട് വെച്ചും കക്കാറച്ചിയാണെന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളുടെ പേര് ഞാൻ എടുത്തെടുത്ത് പറയും. അമ്മ അതേ കോരാനായിട്ട് പാത്രമൊക്കെ എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതേ കണ്ട, അതെ അമ്മ എല്ലാം റെഡിയാക്കി വെച്ച്. ആ എന്നാ വെക്കമ്മ, പാത്രം ഇവിടെ വേ.
അങ്ങനെ നമ്മുടെ വട ഫസ്റ്റ് 2 എണ്ണം രണ്ടല്ല, 3. ആ 3 വട ഓ ആ വിജയിച്ച കാരണം ആ മുഖത്തെ സന്തോഷം കണ്ട നല്ല കാര്യമായി പരീക്ഷണം വിജയിച്ചതിന്റെ സന്തോഷം അല്ലേ? നല്ല കാര്യമാണ് കൊച്ചേ. ദോശമാവ് എടുക്കും, ഞങ്ങൾ വൈകുന്നേരം എടുക്കും. ചിലപ്പോ എടുക്കത്തില്ല, ചിലപ്പോ എടുത്ത് കളയും. അപ്പൊ ഈ പരീക്ഷണങ്ങളിൽ വിജയിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഇതെന്താണ് അമ്മ കയ്യ എണ്ണയൊക്കെ തേക്കണം? രണ്ട് കഴിഞ്ഞു. ഇതെന്താണ് അമ്മ കയ്യ എണ്ണയൊക്കെ തേക്കണം? അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അമ്മക്ക് നിന്നട്ടെ, ഒന്ന് എന്നെ കൊണ്ട് ഇടിപ്പിക്കുക. ആ പിന്നെ അമ്മക്കും ഇത് കണ്ടപ്പോ ഒരു ആഗ്രഹമൊക്കെ ഇല്ലേ, ഒരു വടയൊക്കെ ഇടണം? ആരോ വന്നല്ലേ ആ വാദിക്ക്. ആ ഒന്ന് ശരണ്യ നോക്കി വെച്ചമ്മ. ആരും വന്നില്ല. ദേ അമ്മ ദേ വട ദേ ഇടാൻ പോണു. ഞാൻ ഈ വട ഇടാൻ പോകും. ആ ദേ എണ്ണ തെറിച്ചണ്ട. ആ അമ്മേ അമ്മക്ക് ഒരെണ്ണ ഇട. വെച്ചിടാം നമുക്ക്. സ്പൂണ് വെച്ചൊക്കെ ഇട്ടാ മതി കേട്ടാ. വെച്ചിടാം, അല്ലെങ്കിലേ എണ്ണ എങ്ങാനും തെറിക്കും. ഇതാണ് അമ്മ ഇട്ടത്. ഇതാന്ന് വെച്ച് വീഡിയോ ചെയ്തോണ്ട് ഇരുന്നപ്പോ എനിക്കും ഒരു ആഗ്രഹം അത് ചെയ്യണമെന്ന്. ഒരു വട ഇടണം. അതെ അതെ അതെ. ആ എണ്ണ തേക്കണം അല്ലേ? വെള്ളം തുടക്കി വെള്ളം ഉണ്ടല്ലോ. അത് സാരില്ല, എണ്ണ പിടിക്കില്ല. എന്നാലും എടുക്ക്. മതി, ഇത്രയൊക്കെ മതി. ഞാൻ ഒത്തിരി ഒന്നും ഇടുന്നില്ല. നോക്കട്ടെ. എന്തോ ഇതുമേലോട്ട് വെച്ചങ്ങോട്ട് വെച്ചാൽ മതി. ഇത് ചന്ദനം തൊടുവാണോ? ഇത് കണ്ട അതെ വീഡിയോ എടുത്തോ ഞാൻ ഇടണ വട. ഇതുമേലോട്ട് വെച്ചത് വേണ്ട ഓരോക്കെ ഉണ്ട് കേട്ടാ. എനിക്ക് ഇത് മതി കേട്ടാ. എന്റെ വട ഞാൻ പ്രത്യേകം കാണിച്ചു തരും കേട്ടാ. അടിപൊളിയായിരിക്കും. ചിട്ടൊക്കെ തീരാറായല്ലേ? സന്തോഷം. ഓ കണ്ട വടയൊക്കെ ഇരിക്കണുണ്ട്. ഈ മോഡൽ നമ്മുടെ അച്ഛന് ഇഷ്ടപ്പെടും. കാരണം എന്താ? ആ അച്ഛൻ ഇന്ന് ആ ടൈമിന് ഇല്ലാതെ പോയി. അച്ഛൻ്റെ ഇപ്പൊ നമ്മൾ വട ഇണക്കാൻ തുടങ്ങിയപ്പോ എവിടെയോ പോയത്. അത് അബദ്ധായി പോയല്ലേ? എന്റെ വട ഉണ്ടാക്കി തീർന്നു. എന്റെ വട വട പോലെയില്ലേ? അതെ അതെ അതെ. ശരണ്യക്കുട്ടിയുടെ വട എല്ലാവരും കാണണം. ഞങ്ങളുടെ കൊച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വടയാണ്, എല്ലാവരും കാണണം. പിന്നെ കണ്ട നല്ല അടിപൊളിയായിട്ടാണ് ശരണ്യ വട ഇണക്കിയിരിക്കുന്നത് അല്ലേ? ദോശമാവ് ഉണ്ടെങ്കിൽ ആരും കളയില്ല. ഇതുപോലെ പരീക്ഷണം ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് വിജയിക്കാം. നല്ല കമന്റ് ഒക്കെ ഇടണം. പിന്നെ നിങ്ങൾക്ക് സുഖമല്ലേ? ഞങ്ങൾക്ക് പരമസുഖം. പരമസുഖാക്കി കളഞ്ഞു. അതുപോലെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഒരു ലൈക്കെങ്കിലും ചെയ്യാതെ പോകരുത് കേട്ടാ. അടുത്ത വീഡിയോ പിന്നെ